ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമത് വാക്യം. നീ എന്നെ കളിമണ്ണുകൊണ്ടെന്ന പോലെ മെനഞ്ഞു എന്നോർക്കേണമേ, നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ എന്നുള്ള വചനമാണ്. ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ കളിമണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നോർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ എന്നിൽ തന്നെ ബലവാനല്ലെന്നും ഏത് സമയത്തും തകർന്നു പോകുവാൻ, പൊട്ടിപ്പോകുവാൻ, പൊടിഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് ഞാനെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ അങ്ങ് എന്നെ നിർമ്മിച്ചു, ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കളിമണ്ണുകൊണ്ടാണ്, മാത്രമല്ല നീ എന്നെ വീണ്ടും ഒരു പൊടി പോലെ പൊടിച്ച് കളയുമോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ജീവിതയാത്രയ്ക്കകത്ത് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ ഘട്ടങ്ങളിലാണ് താൻ ഇത് ചോദിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായവും 32-ാം അധ്യായവും നാം പരിശോധിച്ചു നോക്കുമ്പോൾ കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്ന ഒരു കുശവൻ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ആ പാത്രമായിത്തീരാതെ വരുന്നു എങ്കിൽ അതിനെ വീണ്ടും പൊടിച്ച് ചക്രത്തിലിടുകയും ആ ചക്രം വീണ്ടും കറക്കുകയും ചെയ്യുന്നു. എന്തിനെന്നു വച്ചാൽ ആ കുശവന് താൻ ആഗ്രഹിക്കുന്ന തലത്തിൽ ഈ പാത്രത്തെ നിർമ്മിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പാത്രത്തെ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഒരാധാരത്തെ മേടിച്ച് ഏറിയ കാലം നിലനിൽക്കേണ്ടതിന് വേണ്ടി ആ ആധാരം ഒരു മൺപാത്രത്തിനകത്തു വയ്ക്കുന്നു എന്നോർമ്മപ്പെടുത്തുമ്പോൾ പുറമേ കാണുന്നത് മൺപാത്രമാണ്, ഏത് സമയത്തും തകർന്നു പോകുവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഏറിയ കാലം നിലനിൽക്കേണ്ടുന്ന ആധാരമാണ് എന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ അകത്തിരിക്കുന്ന വിലപ്പെട്ട ആധാരത്തിനു വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഈ പാത്രത്തെ ഏറ്റവും സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകളും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവകാലമെന്ന് പറയുന്നത് അല്പകാലം കൊണ്ട് അവസാനിക്കുന്നതാണ്. പൂ ഉണങ്ങുന്നത് പോലെയും പൂ വാടിപ്പോകുന്നത് പോലെയും ഒക്കെ അവസാനിക്കപ്പെടും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് വിലയേറിയ ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, ആ ആത്മാവിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി
നാം നമ്മെ തന്നെ പൊട്ടിപ്പോകാതെ തകർന്നു പോകാതെ സൂക്ഷിക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും ഞങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണെന്നും അതേത് സമയവും തകർന്നു പോകുവാൻ സാധ്യതയുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിലുള്ള വിലയേറിയ ആധാരത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.